ആദ്യത്തെ ഫൈന് എങ്ങനെ ഫൈന് സൂമാക്കല് ഇത് എടുത്തിട്ട് മൗസ് സ്ക്രോൾ ചെയ്ത മമ്മു ആരാ ഇതാരാ മമ്മൂന്റെ ഒന്നിച്ചാരാ മമ്മൂന്റെ ഒന്നിച്ചൊരു മുട്ടുംകുറ്റിയുണ്ട്. ഇത് എവിടെയാ നിങ്ങൾ പോകുന്നത്? കൂലമ്മാവിൽ എന്തിനു പോയി? ഇത് എത്ര മണിക്കായത്? രാത്രി 23:16. നിന്റെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. നിക്ക് രണ്ടാമത്തെ ഫൈന് നിക്ക്. എല്ലാത്തിനെയും പിടിച്ചരാം. എല്ലാത്തിനും അടുത്തതും ഇത് ഷമീറല്ലേ? ഷമീർ അതാരാ? ബാക്കിലാരാ? അസ്പാക്ക മുനുവാ? ആരുണ്ട്? ഷമീർ. രണ്ടാമത്തെ ഫൈനലും ഷമീർ. 2000. നിക്ക് അടുത്ത അതാരാ? ലീഡർ വലിയ കാർണറാന്ന് പറഞ്ഞേ. ലീഡർ കോലീഡർ മുലുവെന്താ ഇങ്ങനെ? ഇതെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാലറി കട്ട് എന്ത് സാലറി കട്ട്? ഷമീറല്ല എന്ത് സാലറി? സാലറി ഒന്നുമില്ല. ലോട്ട ഷമീർ ഒരു ചവിട്ടാ കൊടുക്കലേ. ഞാൻ കാര്യം പറയല്ലോ. കോലീഡർ എന്താ സംഭവം? കോലീഡർ ഇവിടുത്തെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചെയ്യുന്നെന്താ? ട്രിപ്പിൾസ് പോകുന്ന ഇവൻ വൈബ് അടിക്കാൻ വേണ്ടിട്ട്. ഇവന്മാർ ഇത്രയും ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട മമ്മൂനെല്ലാം 2000 കളഞ്ഞിട്ടുള്ള നല്ല സുഖം. ഞാൻ 54,000 രൂപ ഫൈൻ അടക്കണം. ഇവരെന്താ ഹെൽമെറ്റ് ഇടാണ്ടും മറ്റേ ട്രിപ്പിൾസും പോയന്. ഇവർക്കെല്ലാം ഹാപ്പി. ഇവരെല്ലാം ഇവിടെ എൻജോയ്മെന്റ്. ഞാനിവിടെ പണിയെടുത്ത് പൈസ എടുക്കല്. ഇതാണ് എന്റെ ജോലി. ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന നല്ല ഇത് എന്താണിത്? എന്താണ് ഇത്? എന്താ നിങ്ങൾ എന്ത് പറഞ്ഞാ നിങ്ങള് ചിരിക്കുന്നത്? ഇത് എന്ത് പറഞ്ഞാ നിങ്ങള് ചിരിക്കുന്നത്? മുഖത്ത് ലൈറ്റ് അടിക്കാം. എന്നിട്ട് നിന്നോട് പറയാ ക്യാമറ സ്മൈൽ പ്ലീസ്. റെഡിയല്ലേ? ചിഹ്നം ഒന്ന് ചെറുതായിട്ട് സ്മൈൽ. നമ്മൾ അറിഞ്ഞിട്ടില്ല. രണ്ടിന്റെ എൻജോയ്മെന്റ് നോക്കിയാ അത്രയും ചിരിച്ചോണ്ടാ പോകുന്നത്. ഏതാ ഡേറ്റ്? ഒക്ടോബർ 6. പോയതായിരിക്കും കഴിഞ്ഞ മാസം. ഒരു മാസം ഇതിന്റെ സംഭവം ഞാൻ പറഞ്ഞിട്ട് ഇവ എന്നോട് ഇടക്കിടക്ക് പറയാം നമുക്ക് ഒരേ പുട്ടുന്നാൻ പോയാലോ ചായ കുടിക്കാൻ പോയാലോ അങ്ങനെ പുട്ടടക്കം ഞാൻ തെറിപ്പിക്കും നായ്ക്കളെ. ഞാൻ കാര്യം പറയാലോ. 10-200 ഇത് കാണാനുണ്ട്, ഇത് പറയാനും ഉണ്ട്. എനിക്ക് സംശയം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങളോടല്ലോ. എല്ലാം തമാശയാക്കുന്നു വിചാരിച്ചാടാ നായ്ക്കളെ. മനുഷ്യനെ ഇതെന്താണ്? ഷമീർ മമ്മു ഇതെന്താ ഉറങ്ങുന്ന വണ്ടി ഓടിക്കുമ്പോ? മമ്മുവാണ് അവിടെ കടന്ന്. അതായത് അവന്റെ വെയിറ്റ് മൊത്തം അവിടെ ഇങ്ങനെ ഇട്ട് കടന്നിങ്ങനെ. നമ്മള് മാത്രം ഈ വീട്ടില് ഏറ്റവും മടിയന്മാരായിട്ട് ഒരു 10 പൈസക്ക് ഉപകാരമില്ലാത്ത 2 പുട്ടും കുറ്റികളാണ് ഇത് രണ്ടും. ഇവർ രണ്ടാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെലവ് ഉണ്ടാക്കി തരുന്നത്. എല്ലാ ഫൈനലും ഇവരെ എന്റെ ഫോട്ടോസ്. ഇതെന്താണിത്? ഒരു സെക്കൻഡ് എന്തോ ചക്ക പോലത്തെ എന്തോ കാണുന്നുണ്ട്. ഈ വീപ്പ് ടാങ്കർ കുറ്റി ആരാ? ശരത്താണത്. റാംബോ അല്ലേ? ഫ്രണ്ടില് റാംബോ അല്ലേ? ഞാൻ ഒരിക്കലും മോനെ ഞാൻ ഹെൽമെറ്റ് പോക്കുണ്ട്. പക്ഷെ ഇവൻ കിണ്ണത്തപ്പും നീ എന്റെ ഒരു ഫൈൻ പോലെ ഉണ്ട് നിനക്ക് തോന്നില്ല. സെക്കൻഡ് ഫോട്ടോ നോക്കി നീ കൊറേ നമ്മളെ ഫൈന് 54,000 രൂപ ഫൈനും കൊണ്ടുവന്നിട്ട് എന്റെ പേരിലിടുന്നതാണോ? എന്റെ ടീഷർട്ട് കട്ടെടുത്തിട്ട് ഇട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് ഇതായി പോയി.
നമ്മളെ മാത്രം ഇതെന്താ സംഭവം നമ്മളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് കേരള പോലീസ്. അതന്നെ സംഭവം. ഇതല്ലാണ്ട് നമ്മള് ഇവന്മാരെന്നെ ബാങ്ക്രപ്റ്റ് ആക്കണം. ഇവന്മാര് കാരണമായിരിക്കും ഞാൻ വലിയ വലിയ പ്രശ്നത്തിൽ ഇനി പോയി പെടാൻ പോകുന്നത് ഈ ലോകത്ത്. ഇതാരാ ബാറ്റ്മാനാ ഓടിക്കണം? എല്ലാ ഇതിലും മമ്മൂ ഷമീറും അല്ലേ? ഇത് എന്തൊരു അവസ്ഥയാണത്. ഞാൻ എന്തിനാ ഈ നായ്ക്കളിവിടെ പോറ്റുന്നത്? വണ്ടി ഇനി വണ്ടി തരില്ല, താക്കോൽ എടുത്ത് നോക്കണം. ഒരുത്തനെ ഈ വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോണ്ട. ഒരു വണ്ടി, എല്ലാ വണ്ടിയിലും താക്കോൽ എടുത്തിട്ട് നീ ആടെ മുകളിൽ വെച്ച ഞാനില്ല. ഷമീർ ഞാനാ ആയിരിക്കും. വേറെ ആരാ? വേറെ ആരാവാനാ? വേറെ ആരാ? മമ്മൂ അല്ലേ? മമ്മൂ ഷമീർ. മമ്മൂ ക്യാമറ ഉണ്ടാക്കി കുറച്ച് സ്നേഹം കാണിച്ചോടാ എന്നോട്. കുറച്ച് ഒരു തുള്ളി എന്നോട് എന്തെങ്കിലും ഒരു ഇതുണ്ടാടാ നിങ്ങൾക്കല്ലോ. ഞാൻ ഈ വണ്ടി എടുക്കാറില്ലല്ലോ. ക്യാമറ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ദേഷ്യല്ല, എനിക്ക് സങ്കടാവുന്നുണ്ട്. എനിക്ക് സങ്കടാവുന്നു നീ അല്ല ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്. ക്യാമറ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ചായ കുടിക്കാൻ പോകുന്ന നാടെ ക്യാമറ വെച്ചത് നമ്മളോടെല്ലാം എല്ലാം പോയാടാ. എനിക്ക് കാര്യം പറയാലോ. എനിക്ക് എന്തോ വെറുപ്പ് എന്തെല്ലോ ആടാ എനിക്ക് തോന്നുന്നത്. കാര്യം പറയാലോ. പിന്നെ ഷമീർ മമ്മൂ തന്നെ ആയിരിക്കും. വേറെ ആരാ? എനിക്കൊന്നും പറയാനില്ലടാ ഇക്കാര്യത്തില്. ഇത് നമ്മള് മാത്രോ? അടുത്തത് ഷമീർ മമ്മൂ തന്നെ ആയിരിക്കും. പിന്നെ ആരാവാനാ? ഇതാ അതാ ബാക്കിലൊരു ഓടിച്ചിട്ട് പോയത്. ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ ആര് വണ്ടി ഓടിക്കുന്ന അയാളാണ് ഇതിന് ഉത്തരവാദിത്വം. മനസ്സിലാ? ഇവിടെ ആര് വണ്ടി എടുക്കുന്നത്, താക്കോൽ ആരെടുക്കുന്നത്, വണ്ടിയിൽ എടുത്തിട്ട് പോവാൻ തീരുമാനിക്കുന്നത് ആരാണോ അയാൾക്കാണ് ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റി. ബാക്കിലുള്ള ആളെ ഹെൽമെറ്റ് ഇടിപ്പിക്കണം, നിർബന്ധമായിട്ട് ഇടിപ്പിക്കണം. മനസ്സിലാ? അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട, ഒറ്റക്ക് പോയാൽ മതി. ഹെൽമെറ്റ് ഇട്ട് ഒറ്റക്ക് പോവാ. മനസ്സിലാ? ഇതിനെ ബാക്കിയുള്ളവരും കൂടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നീയല്ലോ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. മോനെ ഞാൻ ഒരു കാര്യം പറ്റി, ഇവന്റെ ഒരു ഫൈൻ വന്നാലും കുഴപ്പമില്ല. കാരണം ഇവൻ അത്രയും ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നീ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് ഉറങ്ങലാ നിന്റെ ജോലി അല്ലടാ. പൂട്ടും കുറ്റി ടാങ്കറാ ഈ 2 ഉണ്ട് ഇടാ. ഇവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. ബാക്കില് ഷമീർ അല്ലേ? എല്ലാത്തിനും ഷമീർ എന്തായാലും ഉണ്ടാവുമല്ലോ. അതില് വേറെ വർത്താനൊന്നും ഇല്ലല്ലോ. നിക്ക് മമ്മൂ, റാംബോ, ഷമീർ. കാര്യം നടുക്ക് നിൽക്കുന്ന 2 പന്നുള്ളവർ ഇങ്ങനെ മറ്റേ ഇത് ബീൻ ബാഗ് വെച്ചത് നമ്മള് വാല്യൂ മണി. കാരുടെ പൈസക്ക് വിലയിലൂടെ ഇവന്മാർക്ക് കടിക്കുന്ന. ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ഇവർക്ക് ആഗ്രഹിക്കുന്നതിൽ ഇവർക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ഒരു വിലയും ഇല്ല പൈസക്ക്. മനസ്സിലായി? പൈസക്ക് വിലയില്ല ഇവർക്ക്. അതാ പ്രശ്നം. നാറി നീയാ നമ്മളെ എന്തോ സാൻഡ്വിച്ച് പറഞ്ഞിട്ട് ഇതാക്കിയത്. ഞാൻ എന്തെങ്കിലും ഇവിടത്തെ ആവശ്യത്തിന് പോണതല്ലാതെ ഞാൻ ഉണ്ടാവാൻ ഒരു സാധ്യത. അത് നീയാ നടുക്കുള്ളത്? നീയാ അല്ലേ? ഞാനല്ല. ഞാൻ ഒരിക്കലും ഒരു ഫയലിലും ഞാൻ ഉണ്ടാവില്ല. പോലെ ബാക്കിലാരാ? മമ്മൂ, നീയും. നടുക്ക് ആരോ ഉണ്ട്. മുനുവോ അമ്മ എനക്കറിയില്ല. ഞാനാണോ? ഞാൻ ഉണ്ടാവാൻ ഒരു സാധ്യത പോലെ. ഷമീറല്ലേ? വരാപ്പുഴ പാലം. ഇത് വീൽ ബാഗ് കൊറേ ഉണ്ടല്ലോ. ഇല്ല എന്റെ 2 ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അത്യാവശ്യമല്ല, ഇത് നീ പുട്ട് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ പോലെ. ബോണ്ടയോ പുട്ടോ വാങ്ങാൻ വേണ്ടിട്ട് ഇവൻ പോയതാണ്. അല്ല, ഇത് ഞാൻ എന്തോ എമർജൻസിക്ക് പോയതാ. അത് തന്നെ, അത് പുട്ട്. അത് വണ്ടി മാത്രമായിട്ട് ഫോട്ടോ ഇല്ല. നോ പാർക്കിങ്ങിന്റെ ഫൈന്. ഇനിയിപ്പൊ അങ്ങനത്തെ കൊറേ ഉണ്ടാവും. കുണ്ടി പെണ്ണല്ലേ? ഇതാരാ? ഏത് ഷമീർ? എടാ അങ്ങനെ ഒരു പെണ്ണ് കിട്ടുമ്പോ ഞാൻ എന്റെ വണ്ടിയിൽ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു പോകാ. ആര്? ഞാനല്ല. ഡ്രസ് എടുത്ത ഇവന്റല്ലേ?
മഞ്ഞ അത് ഷെമീർ ഇവിടെ മഞ്ഞ ഡ്രസ് ആയിരിക്കല്ലേ തൻസി തന്നെ ആയിരിക്കും ചിലപ്പോ തൻസി തന്നെ മറ്റേ ഫാസിൽ പാച്ചു അടക്കം വരില്ലേ ആ ഓന് പെമ്പിള്ളേരുമായിട്ടുള്ള ഇടപാട് ഈ കണ്ടവന്മാരിൽ എന്റെ വണ്ടി എടുത്ത് കൊണ്ടുപോയി ഫൈനും ആക്കിയിട്ട് ഒട്ടകള് ഇതെന്താണിത് ഫൈൻ ആക്കാത്ത ഞാൻ മാത്രമേ ഇത് ഏതാ പെണ്ണെന്നാലോ ഇത് മുന്നല്ലേ കാലും എടാ ഇത് ഫാസിൽ പാച്ചു അല്ലടാ ബാക്കിലാരാ നോട്ട് അത് ആരെന്നാലും പെണ്ണാരടാ ഫ്രണ്ട് പിക്ചർ അല്ലേ നമ്മളറിയാണ്ട് നമ്മളെ വണ്ടി പറഞ്ഞു പെണ്ണുങ്ങളെല്ലാം കയറ്റിട്ട് ആരടാ ഇതേതാ പെണ്ണ് ഇതേതാ പെണ്ണ് നീ എന്താ പറഞ്ഞത് ഇവര് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ പണിയെടുക്കുന്ന ഇവരാണ് ഇതാ ഇവന്റെ പണി ഇതാണോ ഇവന്റെ പണി ഈ മീൻ ബാഗിന്റെ പണി ഇതാ നീ എല്ലാം പറയും പണിയെടുക്കുന്നുണ്ട് ഇതാ പണി ഇതാ HD ക്ലാരിറ്റിയോടെ വാങ്ങിച്ച പണി 4K കിട്ടിയിട്ട് പണി ഇവന്റെ ഇത് എവിടെ പോയത് ഔട്ടടിക്കും ഇതാരാ നീ വലിയ എന്തൊരു ചതിയന്മാരാണ് ഇത് ഞാനിവിടെ ഒരു പെണ്ണിനോ ഇതിനോ കേട്ടാണ്ട് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമോ കോൺട്രവേഴ്സിയോ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടിയിലൊന്നും ഒരു പെണ്ണിനെ പോലും കേട്ടാണ്ട് എങ്ങനെയല്ലോ സേഫ് ആയിട്ട് അത്രയും സൂക്ഷിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോ ഇവന്മാർ ഒരു സൈഡിൽ നിന്ന് പെണ്ണുങ്ങളെ കയറ്റിട്ട് പോക്ക് ഒരു സേഫ്റ്റി ഒരു ഇതും ഇല്ലേ സൗണ്ട് എന്താ വെച്ചിട്ടുണ്ടാവുന്നത് കാര്യം ഇവിടെ ആത്മാർത്ഥമുള്ള ഒരേ ഒരാള് കുര്യനാണ് കാര്യം പറഞ്ഞ എല്ലാരും കാതിലുണ്ടാവും